2026 ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ജില്ലകളാണ് തിരുവനന്തപുരവും ആലപ്പുഴയും തൃശ്ശൂരും. ഇത് മൂന്നും അതിപ്രധാനമായിട്ടുള്ള ഇടങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിലെ മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാവുകയും ചെയ്യും. ഇതുകൂടാതെ മറ്റു പലയിടങ്ങളിലും ബി ജെ പിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളുണ്ട്. അത് പല ജില്ലകളിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിൽ തന്നെ ഏറെ വിജയപ്രതീക്ഷയുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ 2021 ബി ജെ പി അവിടെ 2ാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ്. അത് വിജയത്തോടടുപ്പിക്കാൻ കഴിയും എന്ന് ബി ജെ പി സംസ്ഥാന ഘടകം കരുതുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം. അതുകൂടാതെയാണ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നിയമസഭാ മണ്ഡലവും. പത്തനംതിട്ട ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. തിരുവല്ല, അടൂര്, കോന്നി, റാന്നി, ആറന്മുള. നിലവിലത് 5 മണ്ഡലങ്ങളും LDFിൻ്റെ കൈവശമാണ്. മുൻകാലങ്ങളിൽ അത് UDFിനും ആധിപത്യം ഉണ്ടായിരുന്ന ഇടമാണ്. റാന്നിയും കോന്നിയും അതുപോലെ തന്നെ ആറന്മുളയും അടൂരുമൊക്കെ ബി ജെ പി കോൺഗ്രസിന് ആധിപത്യം ഉണ്ടായിരുന്ന ഇടമാണ്. അടൂര് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിച്ചുകൊണ്ടിരുന്ന ഇടമാണ്. സംവരണ മണ്ഡലമായപ്പോഴാണത് തിരുവഞ്ചൂര് അടൂരിൽ നിന്ന് നേരെ കോട്ടയത്തേക്ക് പോയത്. അതുപോലെ തന്നെ റാന്നി ആയാലും കോന്നി കോൺഗ്രസ്സുകാർ മനഃപൂർവ്വം അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തിയതാണ്. അടൂർ പ്രകാശിനെ കോന്നിയിൽ നിന്ന് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ കൊണ്ടു നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിച്ചു വിട്ടു. അത് ഉപതെരഞ്ഞെടുപ്പിലൂടെ അത് CPMലേക്ക് പോവുകയും ചെയ്തു കോന്നി. ഇനി അത് തിരിച്ചു പിടിക്കാനായിട്ട് ഇനിയും അടൂർ പ്രകാശിനെ തിരിച്ചു കൊണ്ടുവരുന്നു എന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ഇക്കുറി എന്തായാലും ബി ജെ പിക്ക് 2026 പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഒരു സീറ്റ് കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് ബി ജെ പി സംസ്ഥാന ഘടകത്തിനുണ്ട്. അത് തിരുവല്ലയിൽ നിന്ന് തന്നെയാണ്. തിരുവല്ലയിൽ നിന്ന് ഒരു ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുകയോ എന്നൊരു ചോദ്യം ഉയരാം. കാരണം അവിടെ ക്രൈസ്തവ സഭകൾ, ധാരാളം ക്രൈസ്തവ സഭകൾ ഉള്ള ഇടമാണ്. അതുകൂടാഞ്ഞിട്ട് മർത്തോമ സഭയുടെ ആസ്ഥാനവുമാണ്. പിന്നെ പൊതുവെ ഒരു മതേതരത്വ സ്വഭാവവും തിരുവല്ല വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന് എങ്ങനെ ഒരു ബി ജെ പി കയറി വരും എന്ന് ചോദിച്ചാൽ, ബി ജെ പിയിൽ ചില ക്രൈസ്തവ മുഖങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഷോൺ ജോർജ് ആയാലും അനൂപ് ആന്റണി ആയാലും അതുപോലെ അനിൽ ആന്റണിയും ജേക്കബ് തോമസ്, അങ്ങനെ അൽഫോൻസ് കണ്ണന്താനം, ഇങ്ങനെ നീളുന്ന ഒരു നിര തന്നെയുണ്ട്. ഇതില് പുതുതലമുറയിൽ നിന്ന് വരുന്നവരാണ് ഷോൺ ജോർജ് ആയാലും അനൂപ് ആന്റണി. അനൂപ് ആന്റണിയെ തിരുവല്ലയിൽ നിർത്തി മത്സരിപ്പിക്കാനാണ് പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നത്. അനൂപ് ആന്റണി ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ്. ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ഇപ്പൊ സുരേഷ് ഗോപി ഏത് തരത്തിലാണ് തൃശ്ശൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയത്? കേന്ദ്ര നേതൃത്വവുമായിട്ടുള്ള ബന്ധത്തിലാണ്. അമിത്ഷായും പ്രധാനമന്ത്രിയും പലവട്ടം മണ്ഡലത്തിൽ വന്നു പോകുന്നു. അങ്ങനെ ഒരു ഉശിരൻ പ്രവർത്തനം നടത്തിയത് കൊണ്ട് തന്നെയാണ് ഒരു മിന്നുന്ന വിജയം സുരേഷ് ഗോപിക്ക് അവിടെ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞതും. അതുപോലെ തന്നെയാണ് ഈ ബി ജെ പിയിലുള്ള ക്രൈസ്തവ മുഖമായിട്ടുള്ള അനൂപ് ആന്റണിയെ തന്നെ. അനൂപ് ആന്റണി 2021 അവിടെ നിന്നും മത്സരിക്കണമെന്ന് തീർച്ചപ്പെടുത്തിയിരുന്നതാണ്. അപ്പോഴാണ് അനൂപ് ആന്റണിയെ അമ്പലപ്പുഴയിലേക്ക് മാറ്റുന്നത്. പക്ഷേ 2021 മുതൽ പിന്നീട് ഇങ്ങോട്ട് അനൂപ് ആന്റണി തിരുവല്ല കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മണ്ഡലത്തിലൂടെ സഞ്ചരിച്ചാൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രതീതി അവിടെ ഉണ്ടാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ പ്രതീതി ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റ് 2 മുന്നണികളുടെയും ഫ്ലെക്സും തോരണവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അനൂപ് ആന്റണി മണ്ഡലത്തിൽ ഫ്ലെക്സിലൂടെയും മറ്റും നിറഞ്ഞു നിൽക്കുകയാണ്. ഫ്ലെക്സിലൂടെ മാത്രമല്ല, അദ്ദേഹം തന്നെ മണ്ഡലത്തിൽ എമ്പാടുമുണ്ട്. അവിടുത്തെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് നിൽക്കുകയാണ്. ക്രൈസ്തവരുടെ പല പരിപാടികളിലും പ്രധാനമായും മുന്നിട്ട് നിൽക്കുന്നു. അതുപോലെ തൊട്ടടുത്തുള്ള പരുമല പള്ളിയിലെ അവിടെ വരുന്നവർക്കൊക്കെ തന്നെ സ്വാഗതം ഓതിക്കൊണ്ടുള്ള ഫ്ലെക്സുകളും ഒക്കെ അവിടെ നിൽക്കുകയാണ്. പരുമല പള്ളി
ഈ മണ്ഡലത്തിലല്ല വരുന്നതെങ്കിൽ പോലും അവിടെ ഫ്ലെക്സുകൾ ഉയർത്തിയിരിക്കുകയാണ് തിരുവല്ലയിൽ. അപ്പോൾ അത്രയ്ക്ക് ഒരു സ്വാധീനം ഉണ്ടാക്കി എടുക്കുകയാണ് അനൂപ് ആന്റണി. അവിടെ നിലവിലെ MLA എന്ന് പറയുന്നത് മാത്യു ടി തോമസ് ആണ്. മാത്യു ടി തോമസ് 2006 മുതൽ തുടർച്ചയായി വിജയിച്ചു വരുന്ന ഇടമാണ്. അപ്പൊ കാലങ്ങളായിട്ടുള്ള പ്രവർത്തന പരിചയമുണ്ട്. ഇവിടെ BJPക്ക് എങ്ങനെയാണ് ഒരു മുൻതൂക്കം കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന്, അനൂപ് ആന്റണി ഒരു ക്രൈസ്തവ മുഖം. 2, 2019 കെ സുരേന്ദ്രൻ പാർലമെന്റിലേക്ക്, പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമ്പോൾ 40,000 വോട്ട് നേടുകയുണ്ടായി. 40,000 അത് ഒരു വലിയ അനുകൂല ഘടകമായിട്ട് കാണുന്നുണ്ട്. കൂടാതെ 2016 അന്ന് BDJS ആണ് സ്ഥാനാർത്ഥി. NDAയുടെ ഉള്ള സഖ്യകക്ഷിയായ BDJSൽ നിന്ന് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടാണ് മത്സരിച്ചത്. 31,000-ലധികം വോട്ട് നേടുകയുണ്ടായി. അതുപോലെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന തിരുവല്ലയിലെ 2024 അനിൽ ആന്റണി മത്സരിക്കുമ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. അങ്ങനെ ഇതെല്ലാം അനുകൂല ഘടകങ്ങളായിട്ട് കാണുന്നുണ്ട്. പിന്നെ അനൂപ് ആന്റണിയുടെ ക്രൈസ്തവ മുഖം പ്ലസ് ഇപ്പോൾ BJPയിലേക്ക് ഈ ക്രൈസ്തവർ കൂടുതലായിട്ട് അടുക്കുന്നു എന്നുള്ള ചിത്രമാണ് നമ്മൾ കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ BJPക്ക് കൂടുതൽ പിൻബലം കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അനൂപ് ആന്റണി അവിടേക്ക് തന്നെ ഇറക്കിയത്. പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ വിഷയത്തിലൊക്കെ വളരെ സജീവമായിട്ടുള്ള ഇടപെടൽ നടത്താൻ അനൂപ് ആന്റണിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ കേരളത്തിലുള്ള ക്രൈസ്തവരുടേതായ പ്രശ്നങ്ങളൊക്കെ തന്നെ കേന്ദ്രത്തെ ധരിപ്പിക്കുന്നതിലും ആ കേന്ദ്രത്തിൽ നിന്ന് വേണ്ടതായ കാര്യങ്ങൾ ക്രൈസ്തവർക്ക് നേടിയെടുക്കുന്നതിലും ഒരു പാലമായി നിന്ന് പ്രവർത്തിക്കുന്നവരാണ് അനൂപ് ആന്റണിയും ഷോൺ ജോർജും ഒക്കെ തന്നെ. ഇപ്പൊ കോൺഗ്രസിലെയൊക്കെ PJ കുര്യനൊക്കെ എത്ര കാലമായിട്ട് ഈ തിരുവല്ല കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടെന്നറിയാം. തിരുവല്ലയിൽ മത്സരിക്കാൻ ഇറങ്ങിയാൽ കൊള്ളാമെന്ന് PJ കുര്യൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. ഈ മാർത്തോമാ സഭയുടെ ആസ്ഥാനമൊക്കെ ആയതുകൊണ്ടാണ്. പക്ഷേ അവിടെ ഇപ്പൊ UDFൽ നിന്ന് വരാൻ പോകുന്നത് ജോസഫ് ഗ്രൂപ്പാണ്. അത് വർഗീസ് മാമനായിരിക്കും മത്സരിക്കുക എന്നറിയുന്നു. വർഗീസ് മാമൻ മത്സരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ സംഭവം ഒന്നുകൂടെ മാറും. കളം വേറൊരു തരത്തിലായി മാറും. അതായത് ശക്തമായ സ്വാധീനമുള്ള ആളാണ് വർഗീസ് മാമനും. പിന്നെ മാത്യു ടി തോമസും മോശക്കാരനല്ല. ചിലപ്പോൾ ഒരുപക്ഷെ പുതുമുഖങ്ങൾ വരട്ടെ എന്ന് വേണമെങ്കിൽ കരുതാം. അങ്ങനെ മറ്റുള്ളവരെ പരിഗണിക്കുകയോ മറ്റോ ചെയ്താൽ ആയി. പക്ഷേ തുടർച്ചയായിട്ടുള്ള ഈ വിജയം മാത്യു ടി തോമസിന്റെ, അപ്പോൾ ഈ കാലങ്ങളായിട്ടുള്ള പ്രവർത്തന പരിചയം ഉള്ളത് കൊണ്ടും മാത്യു ടി തോമസിനെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയത്തില്ല. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ മണ്ഡലത്തിൽ അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരത്തിലേക്ക് പോകും. പക്ഷേ ആ ത്രികോണ മത്സരം ഉണ്ടായാലും അനൂപ് ആന്റണിക്ക് അനുകൂലമായ സാഹചര്യമാണ് എന്ന് പാർട്ടി നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രത്യേക പരിഗണന കൂടി ഈ തിരുവല്ല നിയമസഭാ മണ്ഡലത്തിന് ലഭിക്കുകയും ചെയ്യും. അത് അനൂപ് ആന്റണിക്ക് ഗുണകരമായി മാറുകയും ചെയ്യുമെന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.